പാരമ്പര്യ വൈദ്യ ചികിത്സാ രംഗത്ത് ഏറെ ശ്രദ്ധേയനായി മാറുകയാണ് കാസർഗോഡ് മാലോം സ്വദേശിയായ തങ്കച്ചൻ വൈദ്യർ. അദ്ദേഹം ഏറെ വർഷക്കാലമായി പാരമ്പര്യ വൈദ്യ ചികിത്സ പിന്തുടരുകയാണ്. നിരവധി ആളുകൾക്കാണ് രോഗങ്ങൾക്ക് ശമനം അദ്ദേഹം നൽകിയിരിക്കുന്നത്. പ്രത്യേകിച്ച് ക്യാൻസർ പോലെയുള്ള മാരക രോഗങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ കയ്യിൽ ചികിത്സയുണ്ട്, ഭേദമാക്കി തരുമെന്നാണ് അദ്ദേഹം അവകാശപ്പെടുന്നത്. ഇപ്പോൾ ഞാൻ തങ്കച്ചൻ വൈദ്യരൊപ്പമാണ് നിൽക്കുന്നത്. അദ്ദേഹം ചികിത്സിച്ച് രോഗം ഭേദമാക്കിയ ആളുകൾ നമുക്കൊപ്പമുണ്ട്. നമസ്കാരം. ഈ തങ്കച്ചൻ വൈദ്യരുടെ അരികിൽ താങ്കൾ ചികിത്സയുമായി വരാറുണ്ടായിരുന്നു? വരാറുണ്ട്. ഞാനിപ്പോൾ 1.5 വർഷമായി ഇവിടെ ചികിത്സ തുടങ്ങിയിട്ട്. എനിക്ക് 1.5 വർഷം മുമ്പാണ് ഈ അസുഖം കണ്ടുപിടിച്ചത്. എറണാകുളത്തുള്ള ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ സ്കാനിങ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാണ് കണ്ടുപിടിച്ചത്. അപ്പോൾ എനിക്ക് ലിവറിൽ ആയിരുന്നു അസുഖം വന്നത്. അന്ന് ശരിക്കും ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോൾ 7000 ആയിരുന്നു എൻ്റെ കൗണ്ട്. ശരിക്കും ഒരു സാധാരണ മനുഷ്യന് 10 താഴെ പാടുള്ളൂ. എനിക്ക് 7000 ആയിരുന്നു. ഡോക്ടർക്ക് അത്ഭുതമായിരുന്നു ഞാൻ ജീവിച്ചിരിക്കുന്നുണ്ടെന്ന്. അത് കഴിഞ്ഞ് എനിക്കൊരു 5 സ്കാനിങ് റേഡിയേഷൻ എഴുതി തന്നു. നോക്കാം എന്ന് പറഞ്ഞാണ് അദ്ദേഹം ചികിത്സിച്ച് തുടങ്ങിയത്. 5 റേഡിയേഷൻ തുടങ്ങി. ആദ്യത്തെ റേഡിയേഷൻ കഴിഞ്ഞ് ആദ്യത്തെ റേഡിയേഷൻ്റെ അന്ന് തന്നെ ഞാനിവിടെ ഡോക്ടർ നേരിട്ട് വന്ന്, അന്ന് തീരെ അവശതയായിരുന്നു, വരാൻ പറ്റിയിരുന്നില്ല. എൻ്റെ അളിയനും കൂട്ടുകാരനും കൂടി വന്ന് എനിക്ക് മരുന്ന് മേടിച്ച് ഇവിടുന്ന് കൊണ്ടുവന്നു. 24 കൂട്ടം മരുന്നുണ്ട്. വെളുപ്പിന് 4 മണി തുടങ്ങി രാത്രി 11 മണി വരെ അരമണിക്കൂർ ഇടവിട്ട് മരുന്ന് കഴിക്കണം. അപ്പോൾ ആ മരുന്ന് കഴിച്ച് 10 ദിവസം കഴിഞ്ഞപ്പോൾ അവിടെ 10 ദിവസം കൂടുമ്പോഴാണ് ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്നത് രാജഗിരിയിൽ. 10 ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ ബ്ലഡിൻ്റെ കൗണ്ട് വളരെ കുറഞ്ഞു, 280 അപ്പോൾ രാജഗിരി ഡോക്ടർ എന്നോട് പറഞ്ഞത് 6 മാസം കൊണ്ട് ഇത് കുറച്ചിട്ട് ലിവർ മാറ്റിവെക്കാം എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ ലിവർ മാറ്റിവെക്കുന്ന കാര്യം പറഞ്ഞപ്പോൾ ഞാൻ തിരിച്ചു. കാരണം ഞാനൊരു സാധാരണ മനുഷ്യനാണ്, ഒരു ഗ്രാമത്തിൽ താമസിക്കുന്ന ആളാണ്. ലിവർ മാറ്റിവെക്കാനൊന്നും എന്നെക്കൊണ്ട് സാധിക്കുന്ന കാര്യമല്ല. അപ്പോൾ തിരിച്ചു കഴിഞ്ഞപ്പോൾ ഡോക്ടർ ചോദിച്ചു എന്താ തിരിക്കണമെന്ന് ചോദിച്ചു. ലിവർ മാറ്റിവെക്കാൻ കുഴപ്പമില്ല. ഞാനപ്പോൾ ഒരു കൂട്ടി എങ്ങനെയായാലും ഇത് ചികിത്സ നിർത്തി പോവാം എന്നുള്ള ഒരു തീരുമാനമായിരുന്നു. അങ്ങനെ 10 ദിവസം, 1 മാസം, 30 ദിവസം 3 ടെസ്റ്റ് കഴിഞ്ഞപ്പോൾ എൻ്റെ ബ്ലഡ് കൗണ്ട് 8.2 8.2. ആരും പറഞ്ഞ് വിശ്വസിക്കില്ല. അപ്പോൾ ഹോസ്പിറ്റലിൽ അലോപ്പതി ഡോക്ടർ പറഞ്ഞു നിങ്ങൾ ഭാഗ്യവാനാണ്, നിങ്ങൾ വേറെ എന്തെങ്കിലും മരുന്ന് കഴിക്കണ്ടോയെന്ന് ചോദിച്ചപ്പോൾ ഞാൻ കഴിക്കണില്ല എന്ന് പറഞ്ഞു. അവിടെ പറയാൻ പാടില്ലല്ലോ, ഇതുകൂടിയും കഴിക്കണതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, മരുന്നൊന്നും കഴിക്കണില്ല. അവിടുത്തെ റിസൾട്ട് കംപ്ലീറ്റ് ഇങ്ങേർക്ക് അയച്ചു കൊടുക്കും, വൈദ്യർക്ക് അയച്ചു കൊടുക്കും. ആ റിസൾട്ടിൻ്റെ വെളിച്ചത്തിൽ വൈദ്യർ എനിക്ക് മരുന്ന് ഇവിടുന്ന് കൊറിയറിൽ അയക്കും. ഞങ്ങൾ പാലക്കാടാണ്. ഞങ്ങൾ വന്നിട്ട് ചിലപ്പോഴൊക്കെ വരും. എനിക്ക് ഇങ്ങനെ അസുഖം വന്ന പിന്നെ ആദ്യം 3 വർഷമായ പിന്നെ ഞാൻ ഡോക്ടറെ കണ്ടത്, ചികിത്സിക്കാൻ തുടങ്ങിയ പിന്നെ എനിക്ക് ശ്വാസകോശത്തിൻ്റെ സെല്ലുകളെല്ലാം ഇങ്ങനെ നശിച്ചു പോകുമായിരുന്നു. അപ്പം ഡോക്ടർ പറഞ്ഞു ഈ ശ്വാസകോശം മാറ്റി വെക്കാൻ പറ്റുള്ളൂ, അല്ലാതെ ഇനി ചികിത്സയില്ല എന്ന് തൃശ്ശൂരിൽ നിന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങൾ വെല്ലൂരും കോയമ്പത്തൂരും ഒക്കെ പോയായിരുന്നു. അവിടെയൊക്കെ അവരിത് തന്നെ പറഞ്ഞു. എത്ര കാലം മുന്നെയാണ് ഇദ്ദേഹത്തിൻ്റെ അടുത്ത് വരുന്നത്? ഞങ്ങൾ ഈ വൈദ്യൻ്റെ അടുത്ത് വന്നിട്ട് ഇപ്പം 12ാമത്തെ വർഷമാണ്, 11 കൊല്ലം കഴിഞ്ഞു. അപ്പോൾ വൈദ്യൻ ഞങ്ങളോട് പറഞ്ഞു മരുന്ന്, ഞാൻ വിവരമൊക്കെ കേട്ടു, ഞങ്ങൾ ഫോണിൽ കൂടെ പറയുകയായത്. അപ്പോൾ പറഞ്ഞു മരുന്ന് തരാം, പിടിക്കുമെങ്കിൽ. എല്ലാവർക്കും മരുന്ന് പിടിക്കുകയില്ല, നിങ്ങൾക്ക് പിടിക്കുമെങ്കിൽ ഞാൻ നോക്കാമെന്ന് പറഞ്ഞു. ഞാൻ പറയുന്ന പോലെ തന്നെ എല്ലാം ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ പറഞ്ഞ പോലെയൊക്കെ ചെയ്തു, മരുന്ന് പിടിച്ചു. 1 വർഷം ഞാൻ കട്ടിലേ തന്നെ കിടക്കുമായിരുന്നു. എന്നെ ഹസ്ബൻഡ് കുളിപ്പിക്കുകയൊക്കെ ആയിരുന്നു ചെയ്തത്. ഭയങ്കരമായിട്ടങ്ങ് കൂടിപ്പോയി. ഡോക്ടർമാർക്കൊക്കെ ഉപേക്ഷിച്ചു. ഓക്സിജൻ സിലിണ്ടർ വെച്ചോളാനാണ് പറഞ്ഞത്. 3 മാസത്തിൽ കൂടുതൽ ഇല്ലയെന്ന് പറഞ്ഞതാണ്. അപ്പോൾ അങ്ങനെ വൈദ്യന് കിട്ടി. ഞങ്ങളുടെ ഒരു ഫ്രണ്ട് മുഖേനയാണ് വൈദ്യന് ഉണ്ടെന്നറിഞ്ഞത്. അങ്ങനെ ഞാൻ ചികിത്സ തുടങ്ങിയപ്പോഴൊന്നും വൈദ്യനെ കണ്ടിട്ടില്ല. 2 വർഷം 3 കൊല്ലത്തോളം ആയപ്പോഴാണ് ഞാൻ വൈദ്യനെ കാണുന്നത്. അപ്പോഴത്തേക്കും എനിക്ക് യാത്ര ചെയ്യാറൊക്കെ ആയി. അങ്ങനെ പിന്നെ ഞങ്ങൾ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഇവിടെ വരും. ഇപ്പോഴും വൈദ്യൻ്റെ മരുന്ന് കഴിക്കുന്നുണ്ട്, അളവൊക്കെ കുറച്ചു, അസുഖം കുറവുണ്ട്. ഒരുപാട് പ്രയാസങ്ങൾ നമുക്കുണ്ടാവും. പക്ഷേ ഏറ്റവും വലിയ പ്രയാസം എന്ന് പറഞ്ഞാൽ ഒരു സന്താന സൗഭാഗ്യം ഉണ്ടായാലാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ തന്നെ ഒരുപാട് ട്രീറ്റ്മെൻറ്റ് പല സ്ഥലങ്ങളിലും പോയിട്ടുണ്ട്. പക്ഷേ ഇതുവരെ ഒരവസ്ഥയിലായിരുന്നു ഇതുവരെ ഉണ്ടായിരുന്നത്. അങ്ങനെയാണ് നമ്മളെ തങ്കച്ച സാറ് എനിക്കൊരു ദൈവാനുഗ്രഹം പോലെ
കിട്ടിയൊരു ആളായിരുന്നു തങ്കച്ചൻ സാറ്. അപ്പം ഇങ്ങനെ ഒരു യാദൃശ്യമായിട്ട് ഇങ്ങനെ ഒരാളുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ മൂപ്പരുടെ അടുക്ക് പോയി. പിന്നെ ഞാൻ സാറേ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, പിന്നെ ഞാനിങ്ങനെ കുറേ 7 കൊല്ലമായി കുട്ടികളെ അകത്തത്. അപ്പോൾ അങ്ങനെ പല ഡോക്ടേഴ്സിൻ്റെ അടുക്കാൻ പോയിട്ടുണ്ട്, പ്രൊഫസർമാരടിക്കും പല ആളടിക്കും. അപ്പോൾ അവരെ മരുന്നൊക്കെ കഴിച്ചിട്ടുണ്ട്. പക്ഷേ ഇതുവരെ ഈ ഒരു സംഗതി എന്താ പറയുക, അനുഗ്രഹം എന്ന് തന്നെ പറയാം. എനിക്കൊരു ദൈവാനുഗ്രഹം പോലത്തെ ഒരാളായിരുന്നു തങ്കച്ചൻ സാറ്. അങ്ങനെ മൂപ്പറ് ട്രീറ്റ്മെൻറ്റിൽ കൂടെ തന്നെ ഇപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന വാവ എനിക്ക് കിട്ടിയത്. ഇപ്പോൾ 6 വയസ്സും 3 മാസവും ഒരു കുഴപ്പമില്ല, സന്തോഷമായിട്ട് ജീവിക്കുന്നത്. അത് തന്നെ ഏറ്റവും വലിയൊരു അനുഗ്രഹം തന്നെ. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു അനുഗ്രഹമാണത്. ഒരു ഭഗവാനെ പോലത്തെ ഒരാളാണ് തങ്കച്ചൻ സാർ എനിക്ക് കിട്ടിയത്. ഞങ്ങൾ അടയാർ ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നമ്പർ 1 ഏഷ്യയിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് അവിടെ പോയി 3 കീമോ എടുത്തു. 3ാമത്തെ കീമോട് കൂടി ആകെ കൊളാപ്സിബിൾ സ്റ്റേജിലായി. പിന്നീട് വൈദ്യരുടെ യൂട്യൂബിൽ കണ്ട് അത് പ്രകാരം വൈദ്യരെ ഒന്ന് വിളിച്ചു ചോദിച്ചു, വന്നോളാൻ പറഞ്ഞു. രോഗിയെ പോലും കാണാതെയാണ് വൈദ്യർ ചികിത്സിച്ചത്. അതൊരു അനുഗ്രഹമാണ്, ദൈവാനുഗ്രഹമാണ്. ഇപ്പോൾ ഈ കാണുന്നത് വലിയൊരു അനുഗ്രഹമാണ്. ഇതേ ഒരു അവസ്ഥയല്ലായിരുന്നു, തീർത്തും വയ്യാത്തൊരു. അതായത് 56 കിലോ എന്ന് അവർ 44 കിലോ ആയി. വൈദ്യരുടെ മരുന്ന് കഴിച്ച് 3 മാസം കൊണ്ട് വീണ്ടും 56 കിലോയ്ക്ക് തിരിച്ചു വന്നു. ശരിക്കും ഈ രോഗം മാറിയെന്നുള്ള കാര്യം നിങ്ങൾ പിന്നീട് പരിശോധന നടത്തിയിരുന്നു? ഞങ്ങൾ എല്ലാ വർഷവും അതിൻ്റെ പരിശോധന കണ്ടിന്യൂസ് ആയിട്ട് നടത്തുന്നുണ്ട്. അത് ഞങ്ങൾ തന്നെ പാരലായിട്ട് നോക്കും. ആ റിപ്പോർട്ട് നോക്കുന്ന സമയത്ത് പെറ്റ് സ്കാൻ്റെ റിപ്പോർട്ട് കൊണ്ട് തന്നെ ഞങ്ങൾക്ക് വിവരം മനസ്സിലാവും. പിന്നെ 3 മാസത്തിലൊരിക്കൽ ബ്ലഡ് ടെസ്റ്റ് എടുക്കും. കുഴപ്പമില്ല, എനിക്ക് വളരെ നന്നായി. മരുന്നുകൾ ഇപ്പം നിർത്തി, ആകെ 3 മാസം തന്നെ കഴിച്ചുള്ളൂ. പിന്നെ ഞങ്ങൾ അഡീഷണലായി 1 മാസത്തേക്ക് കൂടി ആവശ്യപ്പെട്ടു വൈദ്യരുടെ അടുത്ത്. അത് പ്രകാരം കഴിച്ചു. പിന്നെ ഇപ്പോൾ എല്ലാ വർഷവും നമ്മൾ ചെക്കപ്പ് ചെയ്ത് വരാറുണ്ട്. ഇപ്പോൾ ആരോഗ്യം സുഖമായി പോകുന്നു, ദൈവാനുഗ്രഹത്താൽ. ഭക്ഷണവും മരുന്നും കഴിക്കാൻ പറ്റുന്ന സ്റ്റേജിൽ വൈദ്യരുടെ അടുത്ത് എത്തിയാണെങ്കിൽ ഏത് സ്റ്റേജിലാണെങ്കിലും 6th സ്റ്റേജിലാണെങ്കിലും 8th സ്റ്റേജിലാണെങ്കിലും ഹി ക്യാൻ ക്യൂർ. അയാൾക്ക് കംപ്ലീറ്റ് ആയിട്ട് മാറും എന്നുള്ളൊരു വിശ്വാസമാണ് എൻ്റെയും എൻ്റെ ഭാര്യയുടെയും അനുഭവം. ക്യാൻസറിൻ്റെ അസുഖമായിരുന്നു. ശ്വാസകോശത്തിലാണ് തുടങ്ങിയത്. നട്ടലിന് 2 വ്യാപിച്ചായിരുന്നു. പോസ്റ്റേജ് ആയിരുന്നു. തലശ്ശേരി RCC പോയിട്ട് ചെക്ക് ചെയ്തപ്പം പോസ്റ്റേജ് എന്ന് പറഞ്ഞ് പിന്നെ ഞാൻ തങ്കച്ചൻ വൈദ്യൻ്റെ അടുത്ത് പോയി 6 മാസത്തോളം മരുന്ന് കഴിച്ചു. 6 മാസത്തെ മരുന്ന് 8-9 മാസം കൊണ്ട് പൂർത്തിയാക്കി. ഇപ്പം നല്ല ഇതായി, കുഴപ്പമൊന്നുമില്ല. പിന്നീട് ലാബിൽ പരിശോധിക്കുകയാണ് ചെയ്തു, സ്കാൻ ചെയ്ത് പിന്നെ ചെയ്യാൻ പോയിട്ടില്ല. ബുദ്ധിമുട്ടൊന്നുമില്ല, വേറെ കുഴപ്പമൊന്നുമില്ല. ഞാൻ ഓട്ടോ ഓടിക്കുന്നുണ്ട്. പിന്നെ ഇപ്പം ഈണി കയറി മുളക് കുറച്ചു, മുളക് ഞാൻ തന്നെ ചവിട്ടി മരിച്ചു. എല്ലാ പണിയും എടുക്കുന്നുണ്ട്, എല്ലാ പണിയും ചെയ്യുന്നുണ്ട്. കുഴപ്പമൊന്നുമില്ല. അത് എനിക്ക് നട്ടല് വേദന ഉണ്ടായിരുന്നു. എല്ലാം പിന്നെ FC രോഗ വിദഗ്ധനെ കാണിച്ചിരുന്നത്. അയാൾ പറഞ്ഞു ഇനി തെങ്ങ് കയറാൻ ആവില്ല, ഒഴിവാക്കിക്കോ, പണി ഒഴിവാക്കിക്കോ പറഞ്ഞു. അങ്ങനെ 2-3 ആസ്പത്രി, കണ്ണൂർ AKG കാണിച്ചു. ആടുന്നും ഇതന്നെ പറഞ്ഞത്. അങ്ങനെ കണ്ണൂർ ആകാശവാണിയിൽ വൈദ്യരെ പരിപാടി ഉണ്ടാകലുണ്ട് പച്ചമരുന്നിനെ പറ്റിയിട്ട്. അത് കേൾക്കലുണ്ട് ഞാൻ. അങ്ങനെ ഫോൺ നമ്പർ എഴുതിയെടുത്ത് വൈദ്യരെ വിളിച്ചു. അവിടെ പോയി 20 ദിവസം മരുന്ന് തുടർച്ചയായിട്ട് കഴിക്കണം, റെസ്റ്റ് വേണമെന്ന് പറഞ്ഞു. 20 ദിവസം കൂടെ ഞാൻ എണീച്ച് നടന്നിന്. 1 മാസം മരുന്ന് കഴിച്ചിട്ട് അയാൾ വൈദ്യർ പറഞ്ഞു ഇനി തെങ്ങുമ്പോൾ കയറിക്കോന്നു. ആ തെങ്ങുമ്പോൾ കയറുന്ന ഞാനിപ്പോൾ 15 കൊല്ലമായി. ഇപ്പോൾ ഒരു കംപ്ലയിൻറ്റും ഇല്ല. എന്തെങ്കിലും വേദന വരുന്ന കാണുമ്പോൾ ആദ്യം പോവും, വൈദ്യരുടെ അടുത്തേക്ക് പോവും, മരുന്ന് മണിക്ക് വിടും. ഇപ്പോൾ സുഖമായിട്ട് ഒരു കുഴപ്പമില്ലാണ്ട് കയറുന്നു. 15 കൊല്ലമായി. അതായത് എൻ്റെ വല്യപ്പന്മാർ മുതൽ അന്ന് ആയുർവേദത്തിൻ്റെ ചികിത്സ, അന്ന് ആശുപത്രികളൊക്കെ കുറവല്ലേ. അപ്പോൾ അവർ ചെയ്യുമ്പോൾ ചെറുപ്പം മുതലിങ്ങനെ ചെടികൾ വെക്കുന്നതും അത് എടുത്ത് ഉപയോഗിക്കുന്നതും മരുന്ന് കൊടുക്കുന്നതും സുഖമില്ലാതെ വരുന്നവരൊക്കെ നമ്മൾ കണ്ടിങ്ങനെ ശ്രദ്ധിക്കും. അപ്പോൾ അതിലൊരു താല്പര്യം തോന്നി. അത് കഴിഞ്ഞ് അങ്ങനെ പോയി, പിന്നെ പഠനമൊക്കെയായിട്ട് അങ്ങനെ പോയി. അതിനുശേഷം ഒരു 35 വർഷമായി ഞാൻ കാസർഗോഡ് എത്തിയിട്ട്. അപ്പോൾ അവിടെ വന്നു കഴിഞ്ഞപ്പോൾ അവിടെ യാത്രാ സൗകര്യങ്ങളൊന്നുമില്ല, മെഡിസിനൊന്നുമില്ല. അപ്പോൾ സ്വന്തം ആവശ്യത്തിന് വേണം. അയൽവാസികളുണ്ട്, നിരവധി കോളനികളുണ്ട് അവിടെ. അപ്പോൾ എല്ലാവർക്കും ദുരിതമാണ്. അപ്പോൾ അവിടെ നിന്ന് അങ്ങനെ നോക്കുമ്പോൾ പാമ്പ് കടിച്ചൊക്കെ ആൾക്കാർ വരും ആദ്യം. അപ്പോൾ ഞാൻ അവർക്ക് മരുന്ന് കൊടുക്കും, മഞ്ഞപ്പിത്തം വന്ന ആൾക്കാർ മരുന്ന് കൊടുക്കും. അങ്ങനെ ഓരോ സ്ഥലത്ത് കൊടുത്തുകൊണ്ടിരുന്നു. അങ്ങനെ പിന്നെ ഇത് ഫുൾ സമയം ഇതിലേക്ക് മാത്രമായി. അങ്ങനെ ഏകദേശം 35 വർഷം സജീവമായിട്ട് ഇതിനകത്ത് തന്നെയായി. 40 വർഷത്തോളം ഏകദേശം ആകുന്നു ഞാനിതുമായിട്ട് പൂർണ്ണമായിട്ട് വരും. അതിനിടയ്ക്കാണ് പിന്നെ ക്യാൻസറിൻ്റെ രോഗികൾ വരുന്നു. നിരാലംബരായ ക്യാൻസർ രോഗികൾക്ക് അഭയമായിട്ട് നമ്മളവരെ ഒന്ന് സഹായിക്കുക, അവർക്കൊരു ആശ്വാസം കിട്ടുക. അങ്ങനെയാണ് നമ്മൾ അതിലേക്കൂടെ ഇൻവോൾവ് ആയത്. അപ്പോൾ ക്യാൻസർ ലോകത്തിൽ മെഡിസിൻ ഇല്ല. അപ്പോൾ ലോകത്തിലുള്ള മെഡിസിൻ അതെന്താണ്, എങ്ങനെ ഒരു ക്യാൻസർ രോഗിക്ക് ആശ്വാസം കൊടുക്കാം, എങ്ങനെ ആളിനൊരു സമാധാനം കൊടുക്കാം, മരിക്കുന്ന എപ്പോഴാണ് മരിക്കാം, അങ്ങനെയുള്ള ചിന്തയിലാണ് ക്യാൻസറിനെതിരെ ഒരു മരുന്നിന് വേണ്ടിയിട്ട് പിന്നീട് 10-15 വർഷമായിട്ട് ഞാൻ തുടർച്ചയായിട്ട് ഈ ക്യാൻസറിനെതിരെയുള്ള മരുന്നിനുള്ള ഒരു കണ്ടെത്തലിന് വേണ്ടിയിട്ട് ശ്രമം ആരംഭിച്ചത്.
അങ്ങനെ ഇപ്പോൾ നിങ്ങളുടെ മുമ്പിൽ കണ്ട അനുഭവങ്ങളുണ്ടല്ലോ. ഇങ്ങനെ 24 വർഷം വരെ ഇപ്പോൾ ക്യാൻസർ എൻ്റെ അടുത്തേക്ക് വന്ന് സുഖപ്പെട്ട തോമസ് മാളിയേക്കൽ അങ്കമാലി അദ്ദേഹം മുതൽ പിന്നെ ഇപ്പോൾ പെരുമ്പാവൂരിൽ നിന്നൊരു ചേച്ചി ഇവിടെ എത്തും. അവർ ഏതാണ്ട് 20 വർഷം കഴിഞ്ഞു. പിന്നെ പാലക്കാട് നിന്നൊരാളിപ്പോൾ വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്, എന്നെ വിളിച്ചു. അപ്പോൾ അവർ ഏകദേശം 15 വർഷം കഴിഞ്ഞു. അപ്പം ഇങ്ങനെ അവർക്കൊക്കെ സുഖമായി. അപ്പോൾ ചാനലിലേക്ക് കഴിഞ്ഞ പ്രാവശ്യം കണ്ടപ്പോഴാണ് അവരൊക്കെ ഞാൻ ജീവിച്ചിരിപ്പുണ്ടെന്ന് അവരറിയുന്നത്. അവരും അപ്പോൾ ഒന്ന് കാണാൻ വേണ്ടിയാണ് ഇന്ന് വരുന്നത്. ഇപ്പോൾ ഇവിടെ ഉണ്ടോ എന്നൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞു നിങ്ങൾ വന്നോ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഇവരെല്ലാവരും ഇന്ന് ഇവിടെ വന്നത്. അപ്പോൾ ഈ ചികിത്സ എന്ന് പറയുന്നത് നമുക്ക് എല്ലാ ഹോസ്പിറ്റലുകളിൽ നിന്നും എല്ലാ ചികിത്സയും കഴിഞ്ഞ് ഉപേക്ഷിക്കുന്ന ആളുകളെയാണ് നമ്മളെടുക്കുന്നത്. അതിൽ നമുക്ക് 50% ആളുകളും പൂർണ്ണമായി സുഖപ്പെട്ട് സാധാരണ ജോലിയിലേക്ക് പോകുന്നുണ്ട് ഇപ്പോൾ. അത് നമ്മുടെ രാജ്യത്തുനിന്ന് മാത്രമല്ല, ഇപ്പോൾ എല്ലാ രാജ്യങ്ങളിൽ നിന്നും ആളുകൾ വരുന്നുണ്ട്. അവർ വന്ന് മരുന്ന് വാങ്ങി പോകുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ മരുന്നുകൾ, അർബുദനാശിനി ഉൾപ്പെടെയുള്ള മരുന്നുകൾ എല്ലാവർക്കും, ചോദിക്കുന്ന എല്ലാവർക്കും ഞാനത് കുഴിച്ചു വെക്കാൻ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ അത് അതിൻ്റെ അറിവും പകർന്നു കൊടുക്കുന്നുണ്ട് എങ്ങനെ ചെയ്യേണ്ടതെന്ന്. അപ്പോൾ ഞാൻ കേരളത്തിലെ എല്ലാ സ്കൂളുകളിലും ക്ലാസ്സുകൾ എടുത്തിട്ടുണ്ട്. ഒരുപാട് സ്കൂളുകളിൽ ക്ലാസ് എടുത്തിട്ടുണ്ട്, മരുന്നുകൾ കൊടുത്തിട്ടുണ്ട്. TSS തലശ്ശേരി അതിരൂപതയുടെ ഇതിൽ 800ഓളം സ്ഥലത്ത് ഞാൻ ക്യാമ്പ് ചെയ്ത്, നമ്മുടെ ചിക്കൻഗുനിയ സമയത്ത് ക്യാമ്പ് ചെയ്ത് അവിടെ ഇത് കൊടുത്തതാണ്. ക്യാൻസർ എന്ന രോഗം ഉണ്ടായിട്ട് ഇപ്പം 4 മാസമായി. അതിൽ ഈ തങ്കച്ചൻ വൈദ്യരുടെ ട്രീറ്റ്മെൻറ്റ് തുടങ്ങിയിട്ട് 2 മാസവും 11 ദിവസവുമായി. ഞാൻ മരുന്ന് കഴിച്ച് എനിക്കിപ്പം നല്ല കുറവുണ്ട്. 90% മാറിയെന്നാണ് വൈദ്യർ പറയുന്നത്. ഇനി ഇപ്പോഴും ഞാനും മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നു. പിന്നെ കൂടുതലും ദൈവാനുഗ്രഹവും പിന്നെ തങ്കച്ചൻ വൈദ്യരെന്ന ആ വലിയ മനുഷ്യൻ്റെ കാരുണ്യം. അനുഭവം എൻ്റെ തലച്ചോറിൽ ചെറുതായിട്ട് 2 മുഴ ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ പോയി, അവിടെ പറ്റിയില്ല. അപ്പോൾ നേരെ ലിസിയിൽ പോയി സ്കാൻ ചെയ്തപ്പോൾ അവർ പറഞ്ഞു തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പോയി. അങ്ങനെ 2 ചെയ്തു. പിന്നെ ഒരു 3 കൊല്ലം കഴിഞ്ഞപ്പോൾ വീണ്ടും ഒരു 3 കൂടി വന്നു. അതും ഓപ്പറേഷൻ കഴിഞ്ഞപ്പോൾ പിന്നെ വീണ്ടും ഒരു 4 വന്നേക്കാം. അപ്പോൾ ഡോക്ടർ ഇനിയും ഓപ്പറേഷൻ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞത്. അപ്പോൾ നേരെ ഞാൻ എൻ്റെ ഒരു അയൽവക്കത്തിൽ ചേച്ചി പറഞ്ഞിട്ട് ഇങ്ങോട്ട് പോന്നത്. ഇപ്പോൾ 6 മാസമായിട്ട് ഇപ്പോൾ വേദനകളൊന്നും ഇല്ലെങ്കിൽ ഒന്നുമില്ല. മരുന്ന് കഴിക്കുന്നുണ്ട്, ഇവിടെ മരുന്ന് കഴിക്കുന്നുണ്ട്. ഡോക്ടർ പറഞ്ഞ പോലെ തന്നെ എല്ലാം ദൈവം നിശ്ചയമാണ്. പക്ഷെ അവർ പറഞ്ഞ പോലെ പഥ്യവും ആ പഥ്യത്തിൽ നടന്ന് ആ സമയത്തിന് മരുന്ന് കുടിച്ച് കറക്റ്റ് മരുന്ന് കുടിച്ച് കഴിഞ്ഞാൽ നമ്മളെ വിശ്വാസം ഓക്കെയാണ്, എല്ലാം ഓക്കെയാണ്. ഞാൻ 7 മാസം മരുന്ന് കുടിച്ചു. അത് മാത്രമല്ല, മരുന്നിന് വന്നിട്ട് എന്ത് സംശയങ്ങൾ ചോദിച്ചാലും അത് എത്ര തവണ ചോദിച്ചാലും ആ തവണ അതിന് നല്ല നിലക്ക് പറഞ്ഞിട്ട് നമ്മൾക്ക് ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കും. എത്ര തവണ ചോദിച്ചാലും ഏത് തിരക്കുണ്ടെങ്കിലും അതാണ് നമുക്ക് വലിയൊരു സന്തോഷം. നമ്മൾ പകുതി രോഗം പോകുന്നത് അതില്ല. എന്ത് ചോദിച്ചാൽ ദേഷ്യപ്പെടില്ല, അതിനെന്നെ പറഞ്ഞ് തരും. ഇങ്ങനെ കുടിക്കണം, ഇങ്ങനെ കുടിക്കണം, ഇങ്ങനെ കുടിക്കണം. പിന്നെ അതിനെ ചോദിച്ചാൽ പിന്നെയും പറഞ്ഞു തരും. അപ്പോൾ അത്രയും നല്ലത്. അത് മാത്രമല്ല, ഫോണാക്കി വിളിച്ച് ചോദിക്കുകയും ചെയ്യും, എങ്ങനെയുണ്ട് അസുഖം എങ്ങനെയുണ്ട്. മരുന്ന് തന്നിട്ട് നമ്മൾ വിടലല്ല, ഫോണാക്കി ചോദിക്കൂ അസുഖമൊക്കെ മാറിയിട്ടുണ്ടോ, അസുഖം എങ്ങനെയുണ്ട്. അതാണ് നമുക്ക് വലിയ സന്തോഷം. അപ്പോൾ എന്തായിരുന്നു അസുഖം? എനിക്ക് ക്യാൻസറാണ്. ആ, എൻ്റെ എല്ലാം ഓക്കെയാണ്, ഇപ്പോൾ എല്ലാം ഓക്കെ. അപ്പോൾ വൈദ്യർ ചോദിക്കൂ എങ്ങനെയുണ്ട് അസുഖം ഗുണമുണ്ട്. അപ്പോൾ അങ്ങനെ വൈദ്യർ വിളിക്കുമ്പോൾ ഇന്നൊരു ദിവസം വരാൻ പറ്റുമെങ്കിൽ വന്നോ, സമയമുണ്ടെങ്കിൽ വന്നോ എന്ന് പറഞ്ഞ് നിർബന്ധിച്ചിട്ടൊന്നുമില്ല. സമയമുണ്ടെങ്കിൽ വന്നോ എന്ന് പറഞ്ഞ് അങ്ങനെ വന്നു. എനിക്ക് നട്ടെല്ലിന് ബ്ലോക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഓപ്പറേഷൻ ഇല്ലാതെ കണ്ട് രക്ഷപ്പെടുത്താമെന്ന് വൈദ്യർ പറഞ്ഞിടത്ത് ഞാൻ പറഞ്ഞു എന്നാൽ പിന്നെ അത് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. ആ ട്രീറ്റ്മെൻറ്റ് ചെയ്താൽ മതി എന്ന് വിചാരിച്ചു. അതിൽ വിശ്വസിച്ച് ഞാൻ ചെയ്തു. ഇപ്പോൾ പൂർണ്ണമായും 95% മാറി. എൻ്റെ അനുഭവം വെച്ച് നോക്കുമ്പോൾ ഞാൻ ഇത്ര പ്രതീക്ഷിച്ചിരുന്നില്ല. പ്രതീക്ഷിച്ചാലും കൂടുതൽ രോഗങ്ങൾ മാറിക്കാണുന്നുണ്ട്. ഇപ്പം 1 കൊല്ലം 5 മാസമായി. ഇപ്പം 95% മാറിയെങ്കിലും 5% മാത്രമേ ബാക്കിയുള്ളൂ. ഇപ്പം ബുദ്ധിമുട്ടില്ല. മുൻപ് ബുദ്ധിമുട്ടുണ്ടായിരുന്നു, ഒരു പണിയും എടുക്കാൻ കഴിയില്ലായിരുന്നു. ഇപ്പം എല്ലാ പണിയും എടുക്കുന്നുണ്ട്. വീട്ടിലുള്ള എല്ലാ ജോലികളും എടുക്കാൻ വേണ്ടിയിട്ട് കഴിയുന്നുണ്ട് എനിക്ക്. ദൈവാനുഗ്രഹം കൊണ്ട് എൻ്റെ അസുഖമെല്ലാം മാറിക്കിട്ടി. തലച്ചോറിനകത്ത് 3 മഴയായിരുന്നു, അതെല്ലാം മാറി. പിന്നെ മെയിനായിട്ട് പഥ്യമാണ് മെയിനായിട്ടുള്ളത്. പഥ്യം തെറ്റിച്ചാൽ പിന്നെ വൈദ്യരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. പഥ്യമാണ് മെയിൻ. തലച്ചോറിനകത്ത് കോമ സ്റ്റേജ് ആവുമെന്ന് പറഞ്ഞതാ. ഇതിന് എൻ്റെ അസുഖം മാറിയെന്നാണ് വൈദ്യർ പറയുന്നത്. എനിക്ക് ശരീരത്തിന് മറ്റ് അസ്വസ്ഥതകളൊന്നുമില്ല. ഇപ്പം സുഖമായിട്ടിരിക്കുന്നു, കുഴപ്പമൊന്നുമില്ല. എനിക്ക് കുടലിനും ശ്വാസകോശത്തിനും ക്യാൻസർ ബാധിച്ചതാണ്. ഞാൻ അമൃതയിൽ ഓപ്പറേഷൻ ചെയ്തായിരുന്നു. അപ്പോൾ 6 മാസത്തെ കാലാവധി ഓപ്പറേഷൻ കഴിഞ്ഞപ്പോൾ എനിക്ക് പറഞ്ഞോളായിരുന്നു. പക്ഷേ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ കട്ടുമേന്ന് എണിക്കാണ്ടായി. 6 മാസം കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ കട്ടുമേന്ന് എണിച്ചിരിക്കാനോ ഭക്ഷണം കഴിക്കാനോ മിണ്ടാൻ പോലും എനിക്ക് പറ്റില്ലാണ്ട് തളർന്നു പോയായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അടുത്ത വീട്ടിലൊരു കൊച്ച് ഈ വൈദ്യരുടെ പേര് എന്നോട് പറഞ്ഞത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇത്ര ഭീമമായ പൈസ കൊടുത്ത് പച്ചമരുന്ന് മേടിച്ച് കഴിക്കാനൊന്നും ഞങ്ങളൊരു പാവപ്പെട്ട വീട്ടിലെത്താന്ന് പറഞ്ഞു. അപ്പോൾ ആ പെങ്കൊച്ച് തന്നെ ആ പൈസ ആദ്യത്തെ മരുന്ന് മേടിക്കാനുള്ള പൈസ തന്ന് വൈദ്യരുടെ വീട്ടിൽ നിന്ന് മരുന്ന് മേടിക്കാനായിട്ട് മോൻ വന്ന്
മരുന്ന് മേടിച്ചു കൊണ്ടുപോയി. വൈദ്യർ എന്നെ കണ്ടിട്ടുമില്ല, ഒന്നുമില്ല. കൊറോണ ബാധിച്ചപ്പം മരുന്ന് മോന് പോയി മേടിക്കാൻ പറ്റാണ്ടായപ്പം വീട്ടിൽ വന്ന് മരുന്ന് തരുന്ന സമയത്താണ് വൈദ്യർ എന്നെ കാണുന്നത്. വൈദ്യരുടെ മരുന്ന് കഴിച്ചോടുകൂടി എനിക്ക് 15 ദിവസം കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് എണിച്ചിരുന്ന് സംസാരിക്കാനും ആഹാരം കഴിക്കാനും ഒക്കെ എനിക്കൊരു ശക്തി ലഭിച്ചു. പിന്നെ നമ്മുടെ ഒരു വിശ്വാസം വേണമല്ലോ. വൈദ്യർ മരുന്ന് തരുമ്പോഴേ പറയും വിശ്വാസം, ഈ മരുന്ന് കഴിച്ചാൽ മാറും എന്നുള്ളൊരു വിശ്വാസം കൊണ്ട് ഉണ്ടെങ്കിൽ എൻ്റെ മരുന്ന് കഴിച്ചാൽ മതി എന്ന് പറയും. പക്ഷേ എനിക്ക് പൂർണ്ണമായിട്ടും വൈദ്യരെ വിശ്വാസമായിരുന്നു. ആ മരുന്ന് കഴിച്ചാൽ എനിക്ക് പൂർണ്ണമായിട്ടും ഇപ്പോൾ ആ രോഗത്തിൽ നിന്ന് ഞാൻ മുക്തി നേടിയിരിക്കുകയാണ്. എനിക്ക് അദ്ദേഹത്തോട് വളരെയധികം നന്ദിയുണ്ട്. ഏതായാലും ആധുനിക വൈദ്യശാസ്ത്രത്തിന് തന്നെ ഒരു അത്ഭുതമായി മാറിയിരിക്കുകയാണ് തങ്കച്ചൻ വൈദ്യൻ. നിരവധി ആളുകളാണ് ഇതുവരെ ക്യാൻസർ ചികിത്സ ഭേദമായി എന്ന അവകാശവുമായി രംഗത്തെത്തിയിരിക്കുന്നത്.